പനയ്ക്കത്തോടിൽ ഭഗവതിയുടെ തിരുവാഭരണ ഘോഷയാത്ര ഭക്തി പാരവശ്യവും ദൃശ്യചാരുതയും ഒത്തിണങ്ങിയതാണ്. കൊല്ലം ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിലാണ് തിരുവാഭരണങ്ങൾ സൂക്ഷിച്ചിരിക്കുക. അവിടെ നിന്നും ഉച്ചയ്ക്ക് ഏകദേശം 1 മണിയോടെ ഘോഷയാത്ര പുറപ്പെടും. കരക്കാരും സബ് ഗ്രൂപ്പ് ഓഫീസറും ചേർന്ന് ആനയിക്കുന്ന തിരുവാഭരണ യാത്രയ്ക്ക് അകമ്പടിയായി താളമേളങ്ങളും ദൃശ്യവിരുന്നുകളും മാത്രമല്ല, വൻ വാഹനവ്യൂഹവും ഉണ്ടാകും. മുളങ്കാടകം, വള്ളിക്കീഴ്, പൂവമ്പുഴ, ശക്തികുളങ്ങര, പരിമണം, പുത്തൻതുറ, കൊറ്റൻകുളങ്ങര, ചവറ ഭരണിക്കാവ്, കൊട്ടുകാട്, മുകുന്ദപുരം, മാടന്നട, കോയിവിള വഴി പാവുമ്പ ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയാണ് തിരുവാഭരണ ഘോഷയാത്രയുടെ ആദ്യഘട്ടം. തിരുവുത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള 1778 ആണ്ടിലെ തിരുവുത്സവം തിരുവാഭരണ ഘോഷയാത്രയെ തൊഴുകയോടെയാണ് വരവേൽക്കുക. നന്മകൾ നിറഞ്ഞ നാട്ടുമനസ്സ് നാക്കിലയാക്കി തെളിഞ്ഞു മിന്നുന്ന പ്രാർത്ഥനകളുടെ നിലവിളക്കുകൾ കൊളുത്തിവെച്ച് വിളിച്ചാൽ വിളിപ്പുറത്തെ കോടിയെത്തുന്ന അമ്മ ഭഗവതിയുടെ തിരുവാഭരണങ്ങളെ എതിരേൽക്കുമ്പോൾ ഭക്തരായിരങ്ങളുടെ മനസ്സ് മാത്രമല്ല, കണ്ണുകളും ഭക്തിലഹരിയാൽ നിറയും. ഘോഷയാത്രയുടെ അടുത്ത ഘട്ടം ശ്രീനാരായണപുരം ക്ഷേത്രം വഴി കടന്ന് കുളങ്ങരവിളി ദേവീപീഠ സന്നിധിയിലെത്തുകയാണ്. അവിടെ നിന്ന് ഉദയാദിത്യപുരം ശിവക്ഷേത്രം വഴി പനയ്ക്കത്തോടിലെത്തിച്ചേരും. പിന്നെ ശരണകീർത്തനങ്ങളും ജപഭജനങ്ങളും നിറഞ്ഞ തിരുസന്നിധിയിൽ വെച്ച് അമ്മ ഭഗവതിയെ തിരുവാഭരണം ചാർത്തുകയായി. തിരുവാഭരണധാരിയായി പ്രഭാപൂരം പരത്തി നിൽക്കുന്ന അമ്മയ്ക്ക് മുന്നിൽ അടുത്ത ദിവസം പുലർച്ചെ നടക്കുന്നത് പൊങ്കാല വഴിപാടാണ്. ക്ഷേത്രപരിസരം യാഗഭൂമിക്ക് സമാനമായ അവിസുകളാൽ നിറയുന്ന പൊങ്കാല ഉത്സവത്തിന് ആയിരക്കണക്കിന് സ്ത്രീജനങ്ങളാണ് എത്തിച്ചേരുക. ശ്രീകോവിലിൽ നിന്ന് തെളിക്കുന്ന ദീപം അലങ്കാര ഗോപുരത്തിൽ വെച്ചിരിക്കുന്ന വലിയ നിലവിളക്കിൽ തെളിയിക്കുകയും ഭക്തർ അതിൽ നിന്ന് പൊങ്കാലയടുപ്പിലേക്ക് തീനാളം പകരുകയും ചെയ്യുന്നിടത്താണ് പൊങ്കാല ഉത്സവത്തിന് ആരംഭം. ക്ഷേത്രം മേൽശാന്തിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന
തീർത്ഥം തളിച്ചു നേദ്യത്തോടെയാണ് പൊങ്കാല ഉത്സവം സമാപിക്കുക. പൊങ്കാല ദിനത്തിലെ സന്ധ്യാനേരത്ത് പനയ്ക്കത്തോട് ക്ഷേത്രസന്നിധി ദീപക്കാഴ്ചകളുടെ നക്ഷത്രശോഭ കൈവരിക്കും. കലാപരമായി വിന്യസിച്ച വിളക്കുകളിൽ ഭക്തിപൂർവ്വം തെളിക്കുന്ന തിരുനാളങ്ങൾ അമ്മയുടെ ചൈതന്യത്തിൻ്റെ ദീപസ്തംഭങ്ങളായി തിളങ്ങി നിൽക്കുന്ന കാഴ്ച ഹൃദയഹാരിയാണ്. മുത്തശ്ശ, ഈ കന്യാവെന്ന് പറഞ്ഞാൽ എന്താ? താലപ്പൊലിക്ക് കലമാൻ കൊമ്പ് പിടിച്ചു നടക്കാൻ നിയോഗിക്കപ്പെടുന്ന കുട്ടി ദേവിയുടെ പ്രതീകമാ. കന്യാവാകാൻ നറുക്ക് വീണമെങ്കിൽ മഹാഭാഗ്യം തന്നെ വേണം. ഈ താലപ്പൊലിക്ക് എന്തിനാ മുത്തശ്ശ കലമാങ്കൊമ്പ് പിടിക്കണേ? അതറിയണമെങ്കിൽ ദേവിയുടെ കഥ മുഴുവനും അറിയണം. എന്നാലേ അതൊന്നു പറഞ്ഞു തരുമോ മുത്തശ്ശ? പിന്നല്ലാതെ. തെക്കും ഭാഗത്തുകാരെന്നല്ല, മാളൂർ മുഴുവനും അറിഞ്ഞിരിക്കേണ്ട കഥയാ. പണ്ട് പാണ സമുദായത്തിൽപ്പെട്ടൊരു ചെറുപ്പക്കാരൻ കാളികടവിൽ ചൂണ്ടയിട്ടിരിക്കുകയായിരുന്നു. ആരാ നീ? ഞാനൊരു പാവം പാണൻ. അവിടുന്ന് ആരാന്നറിയാൻ. ചൂണ്ടയിൽ മീനൊന്നും തടയുന്നില്ല അല്ലേ? സാരമില്ല, അത് ഉപേക്ഷിച്ചേക്കൂ. അഷ്ടിക്കുള്ള വകയൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാ. ചൂണ്ട ഉപേക്ഷിച്ചിട്ട് പനയ്ക്കത്തോടിലേക്കുള്ള വഴി കാണിച്ചു തരാൻ പാണിന് പറ്റുമോ? പാണിന് പറ്റുമോ?
അമ്മേ ദേവി പനക്കത്തോടിൽ ഭദ്രേ കാത്തോളണേ ഭഗവതി. അമ്മേ എന്താടോ ഒരു പരവേശം? ഇവിടേക്കുള്ള വഴി കാട്ടിത്തരാൻ അടിയനോട് ഒരാൾ ആവശ്യപ്പെട്ടു. കൂട്ടുവന്നതാ. അതിനെന്താടോ ഇത്ര പരവേശം? പനക്കത്തോടിൽ ഭദ്രാളെ കാണാൻ പരദേശത്തുനിന്ന് ആളുകൾ വരുന്നത് പതിവാണല്ലോ. അതെ, പക്ഷേ ഇത് ആരാ ആള്? മൂത്താരി കാരണവർ അല്ലേ? അടിയൻ ഞാൻ ഈ പനിക്കത്തോടിൽ കുടിയിരിക്കാൻ വന്നതാ. ദേവി അമ്മേ മഹാമയേ. മാലോകരെ സേവിച്ച് ഇവിടെ കഴിയണമെന്നാണ് ആഗ്രഹം. കാരണവർ ഈ ആചാരദണ്ഡ ഏറ്റുവാങ്ങണം. ക്ഷേത്രം വിട്ട് ഞാൻ പുറത്തിറങ്ങുമ്പോൾ ആചാരദണ്ഡുമായി എനിക്ക് മുന്നിലുണ്ടാവണം. അടിയന്റെ ഭാഗ്യം. പാണനാരെ, എൻ്റെ ഊരുവലത്തിന് ഇന്നെന്ന പോലെ എന്നും നീ വഴികാട്ടിയാകണം. കാരണവരെ, പാണന് രാശിപ്പണം നൽകി മടക്കി അയച്ചാലും പറഞ്ഞതൊന്നും മറക്കരുത്. അമ്മേ ദേവി മുത്തശ്ശ, ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് കടന്ന ദേവിയുടെ ബാക്കി കഥ? ഇതൊന്നും കഥകളല്ല, ദുർഗാദേവിയുടെ അവതാര മഹാത്മ്യങ്ങളാണ്. ദേവി അകത്ത് കടന്നതിൻ്റെ അടുത്ത ദിവസം പൂജാരി വന്ന് നട തുറന്നപ്പോൾ കണ്ടത് ഭദ്രകാളിയല്ല, ദുർഗാദേവിയായിരുന്നു. അപ്പോ ദുർഗാദേവി ആയിരുന്നു അല്ലേ മുത്തശ്ശ വന്നത്? അതെ, ജ്യോതിഷ വിധിയിലും അത് തെളിഞ്ഞു. അതോടെ ഭദ്രകാളിയെ തെക്ക് വശത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. താലപ്പൊലിയിലെ കന്യാവിന്റെ സങ്കല്പത്തെപ്പറ്റി മുത്തശ്ശനൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർക്കാനാവോ പനിക്കത്തോടിലെ ദേവി മഹാത്മ്യം? ദുർഗാദേവി വന്ന അന്ന് രാത്രി തെക്കും ഭാഗത്തെ 4 കരയിലും ഒരു കലമാൻ ഓടിക്കളിച്ചു. കൊമ്പും കുലുക്കി തുള്ളിച്ചാടി നടക്കുന്ന കലമാനെ കണ്ടപ്പോൾ കണ്ടവർക്ക് കൗതുകമേ തോന്നിയുള്ളൂ. പക്ഷെ രാവേറെ ചെന്നപ്പോൾ നാട്ടുപ്രമാണിമാരുടെയും ക്ഷേത്രത്തിലെ ഊരാൺമക്കാരുടെയും സ്വപ്നത്തിലായി കലമാൻ്റെ കളിയാട്ടം. ആ സ്വപ്നത്തിൻ്റെ പൊരുളറിയാൻ ദേവപ്രശ്നം വച്ചപ്പോഴല്ലേ കലമാൻ്റെ കളിയാട്ടത്തിൻ്റെ കഥയറിയുന്നത്.